ദൈവമേ, ഇവളെല്ലാം തുറന്നു പറയാനുള്ള വരവാണ്. എന്റെ തെളിവ് എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇനി നീ സംഗീതയോട് ചോദിക്കും തെളിവ് എന്താണെന്ന്. വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ജയിക്കാവുന്ന വൈക കരുതുന്നുണ്ടെങ്കിൽ അതിവിടെ വില പോവില്ല. നീ നാണം കെട്ട് പോകത്തേ ഉള്ളൂ. നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടത് എന്താണെന്ന് പറയട്ടെ സംഗീതാമ്മേ. നമ്മളെ 3 പേരെ അകറ്റി ശത്രുക്കളാക്കി തമ്മിലടുപ്പിക്കാനാണ് ഇവര് ശ്രമിച്ചത്. അതിന് കഴിയില്ലെന്ന് മനസ്സിലായപ്പോ പുതിയ നമ്പറുമായിട്ട് വന്നിരിക്കുക. മാനസികമായി ഞങ്ങൾ 3 പേരും അകന്നു പോയ സമയത്ത് നിങ്ങളെ ഭയന്നിരുന്നു. അത്താഴം മുടക്കാൻ ഒരു നീർക്കോലിയെ കൊണ്ട് കഴിയുമെന്നൊരു ചൊല്ലുണ്ട്. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഇവള, എന്റെ ഭാര്യ. എന്നെ ഇവളെയും വേർപിരിക്കാൻ നീലിമയെ കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു. നിങ്ങൾ അതിന് പിന്നിലെന്ന് അനുവിന് നന്നായിട്ട് അറിയാം. അതെ വിപിൻ ചേട്ടാ, നീലിമയെ കൊണ്ടത് ഇവള് പറഞ്ഞത്. ഇവളുടെ മുന്നിൽ നിങ്ങൾക്ക് എന്ത് വിശ്വാസ്യത ഇനിയുള്ളത്? മോളേന്ന് വിളിച്ച് പിന്നാലെ നടന്ന് എങ്ങനെ ഇവള് നിങ്ങളെപ്പോലൊരു സ്ത്രീയെ വിശ്വസിക്കും? വിളിച്ചതുകൊണ്ട് മോളാവോ? പറയണം വൈഗ സുബ്രഹ്മണ്യം. നിങ്ങളുടെ അവകാശവാദങ്ങൾക്ക് എന്ത് മാനദണ്ഡം ഉള്ളത്? അവള് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന് നിങ്ങൾ പരസ്ത്രീ ബന്ധത്തിൽ കൊടുക്കാൻ നോക്കിയത്, അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ അനുവിന്റെ മുന്നിൽ നിങ്ങൾ ഒന്നും അല്ലാതെയായി. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചങ്ങ് പറഞ്ഞു തീർക്കണം. ഇനി ഇവർ ഈ വീടിന്റെ പടി ചവിട്ടരുത്. അമ്മ എന്തോന്നും മിണ്ടാ നിൽക്കുന്നേ? അമ്മ പാവമായിട്ടാ ഇവരിങ്ങനെ തലേ കയറുന്ന. പണോ ഭൂമിയോ എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ഇവരൊന്ന് പോയി കിട്ടിയാ മതി. പറയാനുള്ളത് വൈകിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിപിൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ നന്നായി ഇനി എന്ത് പറയാനാ? വൈകിക്കത് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാലോ. വിശ്വാസമാണ് ജീവിതത്തിൽ ഒരാളെ മറ്റൊരാളുമായി അടുപ്പിക്കുന്നത്. വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയാൽ ആരാ എന്താ എന്നൊക്കെ സ്വയം അവകാശപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? വൈകയുടെ സ്ഥിതിയും ഇപ്പൊ അതാ. മരുമകനായി ഈ വീട്ടിൽ വന്നതാണ് വിപിൻ. അവൻ ഈ വീട്ടിൽ ഒരു മകന്റെ സ്ഥാനം ഉണ്ടായത് വിശ്വാസ്യത കൊണ്ടാ. നന്നായി സംസാരിച്ച് വൈകയുടെ വായടപ്പിച്ച് വെക്കാന്നാണ് നീയും ഇവനും കരുതുന്നത്. അത് കേട്ട് ഒന്നിനും കഴിയാതെ വിഡ്ഢിയായി ഞാൻ തിരിച്ചു പോകുന്നാണോ?
19 വർഷത്തെ കാലദൈർഘ്യം പെട്ടെന്ന് നീന്തിക്കടക്കാമെന്ന പ്രതീക്ഷ വെച്ചല്ല ഞാൻ വന്നത്. നന്നായി ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടുള്ള ആ മുൻവിധിയോട് കൂടി തന്നെയാ വന്നിരിക്കുന്നത്. നീയും ഇവളും തമ്മിലടുത്തതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അതിലൊരു നേർക്കുമിളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. നീലിമയെ പോലൊരു ക്രിമിനൽ മൈൻഡുള്ളൊരു പെണ്ണിനെ ഞാൻ വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. വൈക വന്നത് തനിയെങ്കിൽ പോകുന്നത് ഞാൻ ആഗ്രഹിച്ചതുമായി തന്നെയാവും. വെറും കൈയോടെയാ പോകേണ്ടതെങ്കിൽ വൈക തീരും ഈ മണ്ണിൽ. പിന്നെ ഇവൻ നിന്റെ മരുമകനാണെന്ന് വിശ്വാസത്തിന്റെ പേരിൽ ഇവൻ എങ്ങനെയാ നിനക്ക് മരുമകനാകുന്നത്? ബന്ധങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. വൈക ഇനി പോകുന്ന വഴികൾ നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ തരാം. കണ്ടു കേട്ട് ഞാൻ മടുത്തു. കുലദ്രോഹി. ഇന്ന് കൊല്ലി ഞാനിവിടെ. കൊല്ലി ഞാനിവിടെ. പറയുന്നതൊന്ന് കേൾക്ക് വൈക, പ്ലീസ്. നിന്റെ അമ്മ ചൂലെടുത്തപ്പോ ഞാൻ ഭയന്നു പോകുന്നു കരുതിയോ? വൈക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അനു നന്നായി ജീവിച്ചു കാണാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവേത് ഒന്ന് തിരിച്ചു പോ. നിന്റെ ഉപദേശം കേട്ട് ഞാൻ തിരിച്ചു പോണോ അല്ലേ? അതിനല്ലാതെ നിനക്ക് എന്ത് ചെയ്യാനാവും? ഒരു ചെടിയിൽ നിന്നൊരു പൂവ് നുള്ളിയെടുക്കാനാ നീ ഇപ്പൊ ശ്രമിക്കുന്നത്. ആ പൂവിന് ആയുസ് കൊടുക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ കയ്യിലിരുന്നത് വാടിപ്പോകും. ആർക്കും പ്രയോജനപ്പെടരുതെന്നുള്ള നിന്റെ വാശി ഉപേക്ഷിക്ക്. എന്നിട്ടും നിനക്ക് അവളോട് പറയാൻ വയ്യ ഞാൻ അവളുടെ പെറ്റമ്മയാണെന്ന്. ഞാനത് തിരുത്തി പറഞ്ഞാൽ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാവും. അവക്ക് സ്വന്തം അമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണോ അപരാധം? അതോ അത് ഒളിപ്പിച്ചു വെച്ച് അവളെ കൈയടക്കി വെച്ചിരിക്കുന്നതോ? ഞാൻ എന്തു പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. ദയവേത് നീ പോവാൻ നോക്ക്. ഒരമ്മയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്തത് നിനക്ക. വർഷങ്ങളോളം അവളെ സ്വന്തമാക്കി വെച്ചവളാ നീ. ഞാൻ അനുഭവിച്ച വേദനയോ? അതിന്റെ കണക്ക് നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോട് പറയും? നിനക്കൊരു ഭർത്താവുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്. എനിക്കോ? ഓർത്തു നോക്കിയിട്ടുണ്ടോ നീ അത്? ഒരമ്മയുടെ 2 മക്കളാ എന്റെയും നിന്റെയും ഭർത്താക്കന്മാര്. എല്ലാം നഷ്ടപ്പെട്ടവളാ ഞാൻ. ഒരു പുരുഷന്റെ കൂടെ ജീവിച്ചതോ കേവലം 1 വർഷം മാത്രം. എന്റെ വീട്ടുകാരൻ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ ആ വിധിയെങ്കിലും നീ ഒന്ന് ഓർത്തു നോക്ക്. 19 വർഷം വൈക ജീവിക്കുകയായിരുന്നില്ല. ഇനി എനിക്ക് ജീവിക്കണം. അതിനെന്റെ പ്രതീക്ഷ എന്റെ മകളാ. ഞാൻ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം വല്ല ഓർഫനേജിനും വേണ്ടിയാണെന്ന് എന്നെ അറിയാവുന്നവരടക്കം പറയുന്നുണ്ട്. അവരുടെ കണ്ണിലെ വൈക കോടീശ്വരയായ അനാഥയ. വൈക സുബ്രഹ്മണ്യം വേദികളിൽ ചുവട് വെക്കുന്നത് ആത്മസംതൃപ്തിക്ക് വേണ്ടി. അക്കൗണ്ടിൽ വന്ന് കുമിഞ്ഞു കൂടുന്ന പണത്തിനോ അവകാശികളും ഇല്ല. എല്ലാ പ്ലാനിങ്ങോടും കൂടിയാ ഞാൻ വന്നത്. ഇനി ഞാൻ ഒരു വേദിയിൽ കാല് വെക്കുമെങ്കിൽ എന്റെ കൂടെ എന്റെ മകളും ഉണ്ടാവും. അവിടെ വെച്ച്
വൈക ആരും അല്ലാത്തവളെന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ ഞാൻ പ്രഖ്യാപിക്കും, അവളെ ഞാൻ പ്രസവിച്ച എന്റെ മകളാണെന്ന്. നിറഞ്ഞ സദസ് അത് കേട്ട് ആഘോഷം മുഴക്കുന്നത് എന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി എന്റെ ഉള്ളു തുടിക്കുന്നത്. ആ എന്നോടാ ചൂല് കാട്ടി തിരിച്ചു പോകാൻ ഉപദേശിക്കുന്നത്. പോകാൻ കഴിയില്ല എനിക്ക്. നീ ചിന്തിക്കുന്നതിനും അപ്പുറത്താ വൈക സ്വപ്നങ്ങൾ കാണുന്നത്. അത് സഫലമാകാനുള്ള വൈകയുടെ സ്വപ്നങ്ങൾ മാത്രം. ഇനി ഞാൻ ഒരു വേദിയിൽ കാല് വെക്കുമെങ്കിൽ എന്റെ കൂടെ എന്റെ മകളും ഉണ്ടാവും. അവിടെ വെച്ച് വൈക ആരും അല്ലാത്തവളെന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ ഞാൻ പ്രഖ്യാപിക്കും, അവളെ ഞാൻ പ്രസവിച്ച എന്റെ മകളാണെന്ന്. ഇനി എനിക്ക് ജീവിക്കണം. അതിന് എന്റെ പ്രതീക്ഷ എന്റെ മകളാ. എന്താടാ? സത്യത്തിൽ വൈകിയായിട്ടുള്ള ഇടപാട് സ്വത്തോ പണോ വല്ലോ ആണോ? സാമ്പത്തിക ഇടപാടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഒരാൾ പെരുമാറുന്ന. ഒന്ന് ഈ കേസ് കൊടുക്കും, അതുമല്ലെങ്കിൽ വീട്ടിൽ വന്ന് തനിക്ക് കിട്ടാനുള്ള തുകയെ പറ്റി എന്തെങ്കിലും സംസാരിക്കും. എല്ലാവരും അത് അറിയിക്കാനല്ലേ ശ്രമിക്കൂ. മോളിപ്പോ അതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞ എങ്ങനെയമ്മേ? ഞാൻ കൊച്ചുകുട്ടിയാണോ? അവരീ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എന്നെ ബാധിക്കുന്ന കാര്യല്ലേ? ഈ വീട്ടിൽ എന്നോട് മാത്രം അവർക്ക് മമതയുള്ളത്. ഞാൻ ഒരുപാട് മാറിയില്ലേ അമ്മ? നമുക്കിടയിൽ ഇനി രഹസ്യമൊന്നും പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ? മുത്തശ്ശിയിൽ നിന്ന് അമ്മ മൂടിവെച്ച രഹസ്യം പോലും വെളിപ്പെടുത്തിയ മനസ്സാ എന്റേത്. എന്നിട്ടും നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന എന്തിനാ? എന്നെ മാത്രം മറയ്ക്കാൻ ശ്രമിക്കുമ്പോ അത് എന്നോട് കാണിക്കുന്ന ചതിയല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒരു ബോധമില്ലേ? അമ്മ എന്നോട് പറഞ്ഞേ തീരൂ. വൈകിക്ക് വേണ്ടതെന്താ? അവരുടെ എന്താ അമ്മയുടെ കയ്യിലുള്ളത്? എന്നും എന്നെ മറച്ചു പിടിക്കാന്നാണോ അമ്മ കരുതുന്നത്? അത്രയ്ക്കും മണ്ടിയാണോ അമ്മ? ആരെങ്കിലും പറഞ്ഞ് എനിക്ക് താങ്ങാൻ കഴിയാത്തതാണ് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ സഹിക്കാൻ കഴിയും എനിക്ക്. അമ്മ തന്നെ അത് പറയുന്നതല്ലേ നല്ലത്? എന്റെ ദൈവമേ, എന്റെ നാവ് കൊണ്ടത് പറയാനോ? എനിക്കതിന് കഴിയില്ല മോളെ. അമ്മയോട് നീ ക്ഷമിക്കും. അമ്മ വീണ്ടും മൗനം പാലിക്കുക. വിപിൻ ചേട്ടനും മുത്തശ്ശിക്കും അതറിയാം. അറിയാത്തത് ഞാൻ മാത്രം. വൈകി എന്തെങ്കിലും പറഞ്ഞു പോകുന്ന കരുതിയിട്ടാ മുത്തശ്ശി ചൂലുമായിട്ട് ഓടി വന്നത്. ഞാനത് അറിഞ്ഞു പോരുതെന്ന് നിങ്ങൾ എല്ലാവരും വാശി പിടിക്കുക. മാറിയത് ഞാൻ മാത്രം, നിങ്ങൾ ആരും മാറിയിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലെന്ന് മനസ്സിലായി. എന്താ മോളെ നീ പറയുന്നത്? അങ്ങനൊന്നും പറയില്ല. ഇത് കള്ളത്തരം അല്ലെങ്കിൽ മറ്റെന്താ അമ്മ?
ഞാനൊരു വിഡ്ഢിയായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുക. മോളെ, വേണ്ടമ്മ. ഈ കപട സ്നേഹത്തെക്കാളും ഭേദം ലക്ഷ്മിയമ്മ തന്നെയാ. അവർക്കൊരു ലക്ഷ്യമെങ്കിലും ഉണ്ടായിരുന്നു. വൈകിയോട് ചോദിക്കുമ്പോ അവര് പറയുന്നത് സംഗീതയോട് ചോദിക്കാൻ. സംഗീത പറഞ്ഞു വേണം ഞാനത് അറിയാനത്ര. ഇന്ന് അവരെന്നോട് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അറിയാം അവർക്ക് വേണ്ടത് പണോ സ്വത്തോ ഒന്നും അല്ലെന്ന്. അവർക്ക് അമ്മയായിട്ട് എന്തോ അടുത്ത ബന്ധം തന്നെയുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അച്ഛയുടെ രഹസ്യക്കാരിയാണോ വൈഗ? അവളെ പേടിച്ചല്ലേ അച്ഛൻ സ്ഥലം വിട്ടത്? ദൈവമേ, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? നിങ്ങൾ ആരും എനിക്ക് ഒരു വിലയും തന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞിനെ കൈമാറിയ ഒരു നാടകം, അതിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ ചെയ്തു. വിപിൻചേട്ടന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ വിപിൻചേട്ടൻ അത് എന്നോട് പറയേണ്ടി വന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ഞാനത് അറിയില്ലായിരുന്നു. ഇനിയെങ്കിലും പറ, എന്താ നിങ്ങൾ എന്നെ ഒളിപ്പിച്ചു വയ്ക്കുന്ന രഹസ്യം? ഇത്രയൊക്കെ ഞാൻ ചോദിച്ചിട്ടും പറയാറായില്ലേ? ഞാൻ ചോദിച്ചത് അമ്മയ്ക്ക് എന്നെ സമ്മതിച്ചൂടെ? വേണ്ട, പറയണ്ട. നിങ്ങൾ ആരും പറയണ്ട. ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവളാ ഞാൻ. നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ തന്നെ വേണം സ്വീകരിക്കാൻ. ജീവൻ പറഞ്ഞു പോകേണ്ടി വന്നാലും നീ വൈകിയുടെ മോളാണെന്ന് ഈ അമ്മ പറയില്ല മോളെ. ഒരിക്കലും എനിക്കത് പറയാനാവില്ല. നീ എന്റെ മോളാ, എന്റെ മാത്രം മോള്. മോനെ, സൂക്ഷിക്കണേ. ആളെ വിട്ട് നിന്നെ അപായപ്പെടുത്താൻ നോക്കിയതവള്. പ്രതികാരദാഹിയായിട്ട് അവള് പോയിരിക്കുന്നത്. കുഞ്ഞിന്റെ രഹസ്യം നമ്മൾ അനുവിൽ നിന്ന് ഒളിച്ചു വെച്ചു. അവൾ ആ സത്യം അറിഞ്ഞപ്പോഴല്ലേ അവളൊരു മാറ്റം വന്നത്. ഭയന്നതൊക്കെ വെറുതെ എന്ന് പിന്നെ തെളിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അവൾ അറിയുക തന്നെ ചെയ്യും. ഈ വിവരം നമ്മളിനി മറച്ചു വയ്ക്കാൻ പാടില്ല. സംഗീത അമ്മയ്ക്ക് ഈ ജന്മം അനുവിനോടത് പറയാൻ പറ്റില്ല.
സംഗീതാമ്മയിൽ നിന്ന് അങ്ങനൊരു വെളിപ്പെടുത്തൽ ഇനി വൈക പ്രതീക്ഷിക്കില്ല. വൈക അതിനുവേണ്ടി കാത്തിരിക്കാനും പോകുന്നില്ല. അനുവിന്റെ മനസ്സിൽ വിദ്വേഷം നിറയ്ക്കാതെ അവളോട് പറയുന്നതല്ലേ നല്ലത്? മോനെ, അതിനെങ്ങനെ നാവ് വരും? എനിക്കറിയണം. വൈക ആരാ?